കാണിച്ച വീഡിയോയുടെ പാർട്ട് 2 ആണ് കേട്ടോ. ഇപ്പൊ റെഡിന്റെ ആണ് കുറച്ച് കളക്ഷൻസ്. ഇതെല്ലാം റെഡി ടു ഡെസ്പാച്ച് ആണ് കേട്ടോ. നമുക്ക് അധികം ടൈം ഇല്ലാത്തതുകൊണ്ട് എല്ലാം റെഡി പീസസ് ആണ്. അപ്പൊ ഇത് നമുക്ക് റെഡിഷ് മെറൂൺ കളറിൽ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് കൊടുത്തേക്കുന്നതാണ്. യോക്ക് പോർഷനിൽ ഇതുപോലെ ഒരു ഹാൻഡ് വർക്ക് ആണ്. സ്ലീവിന്റെ എൻഡിൽ ഇതേപോലെ ചെറിയ സ്കാറ്റർ ചെയ്തിട്ട് ഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഒരു ബീഡ്സ് വർക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. യോക്ക് ഇതേപോലെ വരും. ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഇതുപോലെ ഡോള സിൽക്ക് ഫാബ്രിക്കില് സിൽക്ക് ഫാബ്രിക് ആണ്. ഇതില് ഇതുപോലെ ത്രെഡ് ഹാൻഡ് എംബ്രോയിഡറി ആണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇതുപോലെ ഉണ്ടാക്കേണ്ട ഓരോ ഫ്ലവേഴ്സ് ഇതുപോലെ ഒത്തിരി ടൈം എടുത്ത് ചെയ്യുന്ന വർക്കാണിത്. ഇത് സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഉണ്ടാവും. വിത്ത് ലൈനിങ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. സ്ലീവ് ലൈനിങ് ഇല്ല, സ്ലീവിന് ലൈനിങ് ഇല്ല കേട്ടോ. യോക്ക് പോർഷനിൽ ഇതേപോലെ നല്ല ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് നോട്ട്സ് പോലെയുള്ള അങ്ങനത്തെ ഫ്ലവേഴ്സാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇപ്പം ഇതിങ്ങനെ ഉണ്ടാവും. റൗണ്ട് നെക്കായിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ വേറൊരെണ്ണം, ഇനി കോട്ടൺ വേണം എന്നുള്ളവർക്ക് കോട്ടണിലും ഹാൻഡ് വർക്ക് ഉള്ള പാറ്റേൺ ആണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇതുപോലെ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ബോർഡർ കൊടുത്തിട്ട് ഇത് പോച്ചമ്പള്ളി ഡിസൈൻ വരുന്ന ഒരു കോട്ടൺ ഫാബ്രിക് ആണ്. നല്ല ഫാബ്രിക് ആണ് കേട്ടോ, ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ്. ഇത് എ ലൈനിലാണ് ചെയ്തേക്കുന്നത്. കോട്ടൺ വെയർ ചെയ്യണമെന്ന് ഉള്ളവർക്കാണ് ഇങ്ങനത്തെ ഒരു വർക്ക് കൊടുത്തേക്കുന്നത്. ഇതാണ് എൻ്റെ യോക്കിലെ വർക്ക്. ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇത് ഇങ്ങനെ ഉണ്ടാവും. ഇത് ഞാൻ വേറെ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഇത് ഹാൻഡ് വർക്ക് ഇല്ലാതെ സിമ്പിൾ ആയിട്ടൊരു യോക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇതാണ് യോക്കിൽ ഇതുപോലെ ഡിസൈനർ ഫാബ്രിക് ആണ് നമ്മൾ വെച്ചേക്കുന്നത്. സെയിം മെറ്റീരിയൽ തന്നെയാണ്. അതിൽ നമ്മൾ ഡിസൈനർ ഫാബ്രിക് ആണ് വെച്ചേക്കുന്നത്. ബാക്ക് സൈഡ് ഇതിൻ്റെയും ഇങ്ങനെ ഉണ്ടാവും. എ ലൈൻ പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതും എല്ലാം റെഡി ടു ഡെസ്പാച്ച് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പ് വേറെ ചെയ്തപ്പോൾ അങ്ങനെ ഉണ്ടാവട്ടെ. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഈ മെറ്റീരിയൽ സിൽക്ക് ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്മൂത്ത് ആണ്. പിന്നെ ഇതിനകത്ത് സിമ്പിളായിട്ടൊരു വർക്ക് കൊടുത്ത്, സിമ്പിൾ വർക്ക് മതി എന്നുള്ളവർക്ക് ഞാൻ ജസ്റ്റ് ഇതിനൊരു ഈ ദുപ്പട്ട ഇതുപോലെ സ്കാലപ്പ് എൻഡ് വരുന്നൊരു ദുപ്പട്ട സെറ്റ് ചെയ്തേ ഉള്ളൂ. ഇത് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നേരത്തെ ഞാൻ വേറെ ചെയ്ത് ഈ ദുപ്പട്ടയും ചെയ്യാവുന്നതാണ് കേട്ടോ. രണ്ടിലേത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. ഈ ദുപ്പട്ടയും പെയർ ചെയ്യാം, ഇതും പെയർ ചെയ്യാം. പിന്നെ ഇതിൻ്റെ തന്നെ ജാക്കറ്റ് ഉണ്ട്. ഞാൻ അത് വെയർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ നേരത്തെ ഇതിന്റെ ഒരു പെയർ കാണിച്ചായിരുന്നു. ജാക്കറ്റ് നല്ല ഭംഗിയാട്ടോ, ഭയങ്കര സ്റ്റൈലായിട്ട് നമുക്ക് ക്രിസ്മസിന് വെയർ ചെയ്യാം. ഇതുപോലെ ഒരു ജാക്കറ്റായിട്ട് നെറ്റിന്റെ ഫാബ്രിക് ആണ്. ഇതുപോലെ വെയർ ചെയ്യാവുന്നതാണ്. ഈ ഒരു ജാക്കറ്റും ഇതുപോലെ ദുപ്പട്ടയായിട്ടുമുണ്ട്, ജാക്കറ്റും ആയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ വേറെ ഏതെങ്കിലും എങ്ങനെ ഉണ്ടാവും. ഇതിന്റെ നെക്ക് പാറ്റേൺ ഒക്കെ നല്ല ഭംഗിയായിട്ടോ. നമുക്ക് കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് ഏത് ക്ലൈമറ്റിലും ഇത് ആഫ്റ്റർ ക്രിസ്മസും യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ എ ലൈൻ പാറ്റേൺ ആണ്. നെക്ക് ഇങ്ങനെ വരും, സ്ലീവിന്റെ എൻഡ് ഇങ്ങനെ വരും. പാറ്റേൺ ഇങ്ങനെ ഉണ്ടാവും. നല്ല ഭംഗിയായിട്ടോ. ഇതിന്റെ യോക്കിലെ സിമ്പിൾ വർക്കൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാം റെഡി പീസസ് ഉണ്ട്. അപ്പോൾ നാളേക്കും മൺഡേ ആയിട്ടൊക്കെ ഡെസ്പാച്ച് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് 9495402891. മെസ്സേജ് ഇട്ടാൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക്